ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് പിശാച് ഒരു പരീക്ഷകനും കുറ്റാരോപിതനുമാണെന്ന്. ഒന്നാമതായി, അവൻ നമ്മെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. അവൻ നുണകൾ മന്ത്രിക്കുന്നു, തെറ്റ് ശരിയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. അവൻ പറയുന്നു, അത് അത്ര മോശമല്ല, ആരും അറിയുകയില്ല, ഒരിക്കൽ അത് ചെയ്താൽ മതി. അവൻ പാപത്തെ എളുപ്പമോ രസകരമോ നിരുപദ്രവകരമോ ആക്കി മാറ്റുന്നു. എന്നാൽ അവന്റെ ഉദ്ദേശ്യം സന്തോഷം നൽകുക എന്നതല്ല, അവന്റെ ലക്ഷ്യം നമ്മെ കുടുക്കുക എന്നതാണ്. ഒരിക്കൽ നമ്മൾ പ്രലോഭനത്തിന് വഴങ്ങുമ്പോൾ അവന്റെ ശബ്ദം മാറുന്നു. അവൻ നിന്നെ കുറ്റക്കാരനാകുന്നു. പെട്ടെന്ന് അവൻ പറയുന്നു, നീ വൃത്തികെട്ടവനാണ്. ദൈവത്തിന് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല, നീ നിരാശനും അയോഗ്യനുമാണ്. അവൻ പ്രോത്സാഹിപ്പിച്ച അതേ പാപം അവൻ ഇപ്പോൾ നമ്മെ കുറ്റം വിധിക്കാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് യേശു അവനെ നുണയനും നുണകളുടെ പിതാവും എന്ന് വിളിക്കുന്നത്. ബൈബിൾ പറയുന്നത് പാപം കൽപ്പന ഉപയോഗിച്ച് നമ്മിൽ എല്ലാത്തരം തെറ്റായ ആഗ്രഹങ്ങളും സൃഷ്ടിച്ചു എന്നാണ്. നിയമം തന്നെ നല്ലതാണ്, കാരണം അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഇതിനകം തന്നെ ഉള്ള പാപത്തെ നമുക്ക് കാണിച്ചുതരുന്നു. ന്യായപ്രമാണത്തിനു മുമ്പ് നമുക്ക് എന്താണ് തെറ്റ് എന്ന് വ്യക്തമായി മനസ്സിലായില്ല. എന്നാൽ നിയമം മോഹിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ പാപമാണെന്ന് നമുക്ക് മനസ്സിലായി. അതേസമയം കൽപ്പന നമുക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് പാപം കൂടുതൽ ശക്തിപ്പെട്ടു. പാപം നമ്മെ വഞ്ചിക്കുകയും ദൈവത്തിന്റെ വിശുദ്ധ നിയമം ഒരു ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു. നാം ദുർബലരായതിനാൽ നമുക്ക് കൽപ്പന പൂർണ്ണമായി പാലിക്കാൻ കഴിഞ്ഞില്ല. തൽഫലമായി ജീവൻ നൽകുന്നതിനു പകരം കൽപ്പന നമ്മുടെ കുറ്റബോധം കാണിക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. സ്വന്തം പരിശ്രമത്താലോ ന്യായപ്രമാണത്താലോ മാത്രം ആരും രക്ഷിക്കപ്പെടില്ലെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് യേശുക്രിസ്തുവിനെ ആവശ്യമുണ്ട്. അവന്റെ കൃപയും ത്യാഗവും വഴി അവൻ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും നമുക്ക് പുതിയ ജീവൻ നൽകുകയും ചെയ്യുന്നു.